ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കൃഷ്ണമന്ത്രം ലോകമെമ്പാടും പ്രചരിപ്പിച്ച ഒരു മഹത് വ്യക്തിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച ഒരു നാണയത്തെപ്പറ്റിയും ആ നാണയം നിങ്ങളെ ഒന്ന് കാണിക്കാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആരാണ് ഈ കൃഷ്ണമന്ത്രം ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്? സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദർ. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആത്മീയ ഗുരുവായ ഇദ്ദേഹം ശുദ്ധഭക്തിയുടെ മഹത്വം ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഉള്ള ജനങ്ങളിൽ കൃഷ്ണഭക്തിയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തി. സമയപരിധികളോ ജാതിമത വ്യത്യാസമോ ഇല്ലാതെ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം, അതിലൂടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്ന് നമ്മെ പഠിപ്പിച്ച മഹത് വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വേദാന്ത സ്വാമി പ്രഭുപാദനാണ് ഇസ്കോൺ സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ 150ാമത് ജന്മവാർഷികം ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്കോണും ചേർന്ന് ആഘോഷിക്കുകയുണ്ടായി. ആ അവസരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 150 രൂപ മൂല്യം വരുന്ന ഒരു നാണയം പ്രദർശനം ചെയ്തു. ആ നാണയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വശത്ത് ഗോസ്വാമി പ്രഭുപാദരുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉപയോഗത്തിന് വേണ്ടി എടുക്കാറില്ല. ദേശസ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ സൂചനയായി സൂക്ഷിച്ചു വെക്കേണ്ട ഒരു നാണയമാണിത്. ആ നാണയം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമുക്ക് ഈ നാണയം ലഭ്യമാകുന്നത്. ഇദ്ദേഹമാണ് സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പ്രഭുപാദൻ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് പാക്കിംഗ് ഉണ്ട്. ഇത് അങ്ങനെ നമുക്ക് സാധാരണ ഉപയോഗങ്ങളുടെ നമ്മുടെ അശോക സ്തൂപം ഉണ്ട്. ഇതിൻ്റെ മറുവശത്ത് സിദ്ധാന്ത സരസ്വതി പ്രഭുപാദർ അവരുടെ ഫോട്ടോ പതിച്ച ഒരു നാണയമാണ്. ഈ നാണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാം, ഇതിൽ 50% സിൽവറാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നാണയം എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി കാണും. ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇത് സാധാരണ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നാണയമല്ല. ദേശസ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഭാഗമായി സൂക്ഷിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു നാണയമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ശരണ്യ. ഓക്കെ.